ആ വീട്ടിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് എന്താണ് രാവിലെ ഉണ്ടാക്കി കൊടുത്തു വിടുക കുട്ടികൾക്ക്. നമ്മൾ തലേദിവസമേ ആലോചിക്കും ഇടിയപ്പം വേണോ ഇഡ്ഡലി വേണോ. ഇപ്പോൾ അരിമാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം മുമ്പേ ആലോചിച്ചിട്ട് വെള്ളത്തിലൊക്കെ കുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എന്നും ഇടിയപ്പവും ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ റെസിപ്പിയായി ഒരുപോലെ റിപ്പീറ്റ് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു മടുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്താ രാവിലെ അവനെ ഉണ്ടാക്കി കൊടുത്തു വിടുക. ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റ് കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്തു വിടുക, അവന് 2 വല്ലതും മതി കഴിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പഴം കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അതൊക്കെ നടക്കുമോ അതോ ഫ്ലോപ്പായി പോവോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ കുഴപ്പമൊന്നുമില്ല, അത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അമ്മ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി വെച്ചു. അരിപ്പൊടി വറുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഏത്തപ്പഴം പുഴുങ്ങി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇനി അകത്തെ കുരു എടുത്ത് കളയേണ്ടവർക്ക് കളയാൻ, ഞാൻ കളഞ്ഞില്ല. നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മാവൂടെ അതിനകത്ത് ഈ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഇടിയപ്പമായിട്ട് പീച്ചിയെടുത്ത് കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കാരണം കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റുമാണ്. അതേസമയം നമുക്ക് കൊഴുക്കട്ടയായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഞാൻ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് അപ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ തേങ്ങ അത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങ തിരുമ്മിയതൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊരു എടുത്തിട്ട് എന്ത് ചെയ്ത് നമ്മുടെ ഇതങ്ങോട്ട് കുഴച്ച് ഇത് റൗണ്ടാക്കി എടുത്തിട്ട് അതിനകത്തിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തു. സത്യം പറയാമല്ലോ, അരിക്കൊഴുക്കട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിപ്പോവും. ഇത് ഭയങ്കര സോഫ്റ്റുമാണ്, ചൂടോടെ കഴിക്കണം. സാധാരണ കൊഴുക്കട്ട ചൂടോടെ കഴിക്കുന്ന കാര്യമില്ല ടേസ്റ്റ്. പക്ഷേ ഈ പഴം കൊഴുക്കട്ട എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ നല്ല തണുത്തിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ രാവിലെയും കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും, വൈകിട്ട് വരുമ്പോഴും കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ഹെൽത്തിയുമാണ്, കാരണം ഇതിൽ നല്ല ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്, കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ലതാണ്. അതേപോലെ സിങ്കൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്, സിങ്ക്, സൾഫർ, അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽത്തി വേർഷനുമായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും, മടുപ്പ് തോന്നുകയില്ല. എപ്പോഴും ഉണ്ടാക്കണമെന്നല്ല, വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ എന്തായാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ മാത്രമല്ല നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങുന്നത്, ഇപ്പം പുട്ടാണെങ്കിലും കൊഴുക്കട്ടയാണെങ്കിലും അതുപോലെ ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ, അതാണ് ഏറ്റവും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. ഈ സാധാരണ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പം നമ്മൾ ഈ പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോൾ എണ്ണയിലുള്ള സാധനങ്ങളെക്കാളും നല്ലത് നമ്മളിതുപോലെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡ് ഐറ്റംസാണ് നല്ലത്. വീട്ടിൽ നമ്മളെപ്പോഴും രാവിലെ ഉണ്ടാക്കുന്ന ആഹാര സാധനം തന്നെയായിരിക്കും വൈകിട്ട് കുഞ്ഞിന് കൊടുക്കുക. നമ്മൾ ബേക്കറി ഒന്നും അങ്ങനെ വാങ്ങിക്കാറും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലത് ചെയ്തിട്ടാവും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. ഇത് പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മഞ്ഞ ബോൾസ് പോലെ ഇരിക്കും, നല്ല രസമാണ് കാണാൻ, തന്നെ വലിയൊരു ഭംഗിയാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും, വീട്ടിൽ ആർക്കും ഇല്ല. പിന്നെ അപ്പോൾ ഏത്തപ്പഴം ഞാൻ എടുത്തത് കുറച്ച് ഒരുപാട് മധുരമുള്ള, അല്ല നല്ല മധുരമുള്ള എടുക്കുന്നതെങ്കിൽ അകത്തുള്ള ഫില്ലിങ്ങിന് മധുരം കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.